ഇന്ന് നമുക്ക് ഒരു വരാലിനെ കിട്ടിയിട്ടുണ്ട്. 3.5 കിലോ തൂക്കമുള്ള വരാലാണ്. നമുക്ക് ഇതിനെ ക്ലീൻ ചെയ്ത് എങ്ങനെ കഷ്ണങ്ങളാക്കി മുറിക്കുന്നതെന്ന് കാണാം. ഞങ്ങൾ ഈ മീനിനെ ബ്രാലെന്നും വരാലെന്നും, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇതിൻ്റെ പേര് എന്താണെന്ന് കമൻറ്റിലൂടെ പറയണേ. നമുക്കിതിൻ്റെ ചെതമ്പിലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ചെതമ്പലെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് നമ്മൾ വെണ്ണീറിട്ട് നല്ലവണ്ണം ഉരച്ച് കഴുകണം. എന്നാലാണ് അതിൻ്റെ വഴുവഴുപ്പൊക്കെ പോവുള്ളൂ. ഇപ്പോൾ ഒരു സൈഡിലത്തെ കഴിഞ്ഞ് ചെതമ്പൽ, ഇനി അടുത്ത സൈഡും കൂടെ നമുക്ക് കളഞ്ഞ് വൃത്തിയാക്കാം. അതിന് ശേഷം നമുക്കതിൻ്റെ സൈഡിലത്തെ മുള്ളുകളൊക്കെ വെട്ടിക്കളയണം. സൈഡിലത്തെ മുള്ളിനെ പകിരി എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അപ്പം നമ്മുടെ ചെതമ്പലൊക്കെ കളഞ്ഞ് ഇനി നമ്മൾ അതിൻ്റെ രണ്ട് സൈഡും ഒക്കെ വെട്ടിക്കളയാം. പകിരികളെല്ലാം വെട്ടി വാലും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഉരച്ച് കഴുകണം. വെണ്ണീറിട്ടാണ് ഉരച്ച് കഴുകുന്നത്. അപ്പം നമ്മൾ പകിരി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടിവശത്ത് വെട്ടിക്കഴിഞ്ഞു. ഇനി മുകൾ വശത്തെയാണ് നമ്മൾ വെട്ടുന്നത്. ഇനി നമുക്ക് വാല് കൂടെ വെട്ടിക്കളയണം. കത്രികയ്ക്ക് മൂർച്ച ഇത്തിരി കുറവാണ്, എന്നാലും നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഉരച്ച് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ പീസാക്കി മുറിക്കുകയാണ് നമ്മൾ. മീൻ കറി വയ്ക്കാനും വറുക്കാനും ഒക്കെ ഇഷ്ടംപോലെ മീനായി. ഈ മീൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. ചിലർക്ക് കടൽ മീൻ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. ഞങ്ങളിവിടെ എല്ലാം കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ മുറിക്കലിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് മീൻ വാങ്ങുമ്പോൾ നമുക്ക് അവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തരാറുണ്ട്. പക്ഷേ ഈ മീൻ ഞങ്ങൾക്ക് പുഴയിൽ നിന്ന് ഒരാൾ പിടിച്ചുകൊണ്ട് തരുന്നതാണ്. അപ്പോൾ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഇനി നമ്മളതിൻ്റെ തല കട്ട് ചെയ്ത് മാറ്റി അതിൻ്റെ വയറുഭാഗം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് പീസാക്കി മുറിക്കുകയാണ്. അപ്പോൾ അതേ നമ്മളുടെ മീൻ കട്ടിങ് ഏകദേശം കഴിയാറായിട്ടുണ്ട്.